ഗെയ്സ്, നിങ്ങളെ ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ അടുത്തുള്ള ആൾക്കാർ തന്നെ. ആ ഒരു റിയാലിറ്റി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് വരെ നിങ്ങൾ ഒരിക്കലും വിജയത്തിലെത്തില്ല. എന്നാണോ നിങ്ങൾ ആ റിയാലിറ്റി മനസ്സിലാക്കുന്നത് അതുവരെ നിങ്ങൾ ഒരിക്കലും സക്സീഡ് ആവില്ല. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങളെ ഏറ്റവും വലിയ ശത്രു. അപ്പം നിങ്ങളുടെ സക്സസിൽ ഏറ്റവും കൂടുതൽ ഈഗോ അടിക്കുന്ന കൂട്ടരും അവർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. മേ ബി അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആവാം, എനിത്തിങ് എന്തുമാവാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിച്ച് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടയും അറിയില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം മാത്രമേ അറിയുള്ളൂ. അതിനും അപ്പുറം മറ്റൊരു ലോകമുണ്ട്. നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് മേ ബി മറ്റുള്ളവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അതിനേക്കാളും വലിയൊരു ലോകമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് അറിയും വരെ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കും, അവിടെ സ്റ്റെക്കായിട്ടിരിക്കും, നിങ്ങൾക്ക് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്നാണോ റിയലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത് അന്ന് മുതൽ നിങ്ങൾ വിജയത്തിലോട്ടുള്ള സക്സസിലോട്ടുള്ള സ്റ്റെപ്പ് എടുത്ത് വെക്കും. വാട്ട് ഐ നോ, വാട്ട് അതേഴ്സ് നോ, ദാറ്റ് വി ഡോണ്ട് നോ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ശരിക്കും വിജയത്തിലോട്ടുള്ള കാലെടുത്ത് വെക്കും. ഇത് പറയാനൊരു കാരണമുണ്ട്. പല ടൈപ്പ് എക്സ്പെരിമെന്റ്, പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്, അഥവാ അതിന്റെ ഒരു ബേസിലാണ്. ഇത് ഒറ്റടിക്കൊന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. പല ഡിഫറെന്റ് എക്സ്പെരിമെന്റുകൾ നമ്മൾ നടത്തും. ഞാൻ ഇതുപോലെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയത് അതുകൊണ്ട് ഞാൻ പല എക്സ്പെരിമെന്റുകൾ നടത്തിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് അഥവാ അൺനോണിംഗ്ലി ആണ് ചെയ്യുന്നത്, അഥവാ അറിയാതെയാണ് ചെയ്യുന്നത്. ലൈക്ക് ഹിപ്നോട്ടിക്, പ്യൂർലി ഹിപ്നോട്ടിക് അല്ല, ജസ്റ്റ് ലൈക്ക് എ ഹിപ്നോട്ടിക്, ദാറ്റ് ടൈപ്പ് ഓഫ് മോഡൽ. വൺസ് യു റെക്കഗ്നൈസ് ദാറ്റ് യു വിൽ ബി സക്സീഡ്, ബിക്കോസ് ദാറ്റ് ടൈമിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരും. ബിക്കോസ് ദേ വുഡ് ലൈക്ക് ടു നോ ഹൗ ടു സക്സീഡ്. കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് കണ്ടിന്യൂസ് ഹാർഡ് വർക്കിങ്ങിലൂടെയും മാത്രമേ നിങ്ങൾക്ക് സക്സസിലോട്ട് എത്താൻ കഴിയുള്ളൂ. പിന്നെ നിങ്ങൾ കുറെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരിക്കലും വർക്കൗട്ട് ആവില്ല. വാട്ട്സ് യുവർ ഇന്നർ മൈൻഡ്, വാട്ട്സ് യുവർ ഡ്രീം, വാട്ട്സ് യുവർ ഗോൾ, വാട്ട്സ് യുവർ തോട്ട്, വാട്ട്സ് യുവർ ഡ്രീംസ്. അതാണ് ഒരാളെ വിജയത്തിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ബിക്കോസ് നിങ്ങൾ അവിടെ ഇരുന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന് കോച്ചിങ്ങിന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടോ ഒന്നും നിങ്ങൾ സക്സീഡ് ആവാൻ പോകുന്നില്ല. കാരണം ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ഒന്നും തന്നെ കൊണ്ടുതരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് വേണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം. മാനിഫെസ്റ്റേഷനിൽ എന്താണ് പറയുന്നത്? പോസിബിൾ അല്ലാത്ത എന്ത് കാര്യവും പോസിബിൾ ആവും. എത്ര വലിയ ബിഗ് ആയിട്ടുള്ള ഡ്രീംസും അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സും ഗോൾസും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ അവിടെ കുത്തിരുന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഈവൻ ഒരു ഗ്ലാസ് വെള്ളം പോലും നിങ്ങൾക്ക് കിട്ടില്ല ഈ മാനിഫെസ്റ്റേഷനിലൂടെ. അതാണ് ഞാൻ പറഞ്ഞത്, വാട്ട്സ് യുവർ മൈൻഡ്, ഇന്നർ മൈൻഡ്, യുവർ തോട്ട്. അതാണ് ശരിക്കും നമുക്ക് സക്സസ് ആവാൻ പറ്റുന്നത്. കാരണം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഹോൾ യൂണിവേഴ്സ്, ഈ ഒരു ഹോൾ യൂണിവേഴ്സ് നമുക്ക് അതിന് എന്താ പറയുക അനുകൂലമായിട്ട് വരും, അല്ലെങ്കിൽ അതാണ് നമുക്ക് അതിലോട്ട് എത്താനുള്ള ഒരു ബ്രിഡ്ജ് എന്ന രീതിയിലൊക്കെ പറയാം. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ആദ്യം നിങ്ങൾ പോയിട്ട് ഫസ്റ്റ് ഒരു ഗ്ലാസ് ജ്യൂസ് ഓർ സംതിങ് ലൈക്ക് സ്മാൾ തിങ്സ് നിങ്ങളൊന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്ത് നോക്ക്. ബിക്കോസ് ഞാൻ ഈ കാര്യം പറയാനുള്ള കാരണം ഏറ്റവും വലിയ കാര്യങ്ങളാണല്ലോ മാനിഫെസ്റ്റേഷനിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നേടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് ഇത് പോസിബിൾ ആവുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ഈ ഒരു ഗ്ലാസ് ജ്യൂസ്, ഈ ഒരു ഗ്ലാസ് ജ്യൂസിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു തോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളെ തലച്ചോറിൽ, നമ്മളെ തലയിൽ അവിടെ ഒരു ചിന്തയാണ് സൃഷ്ടിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു ജ്യൂസ് വേണം എന്നുള്ള ഒരു ഡിസയർ ആണ് അവിടെ വരുന്നത്. ലൈക്ക് ഒരു തോട്ടാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ലൈക്ക് നമുക്ക് അതിനോടുള്ള ഒരു ആഗ്രഹം. പിന്നീട് നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് വഴികളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് നമുക്ക് ജ്യൂസ് കിട്ടുന്നത്? നമുക്കൊന്നെങ്കിൽ ഹോം മെയ്ഡ് ആവാം, അല്ലെങ്കിൽ റെഡിമെയ്ഡ് നമുക്ക് കൂൾ ബാറിൽ നിന്ന് നമുക്ക് മേടിച്ച് കുടിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ജ്യൂസ് മേക്ക് ചെയ്യാം. അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കുന്നത്, ലേൺ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ഫൈനലി നമുക്ക് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ജ്യൂസ് കിട്ടുന്നു. ചിലപ്പോൾ അത് കടയിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ
മാംഗോ മേടിച്ചു കൊണ്ടുവന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ, ഗ്രേപ്സ്, എനി ഫ്രൂട്ട്സ് നമ്മൾ മേടിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ തന്നെ നമ്മളത് ജ്യൂസായിട്ട് മേക്ക് ചെയ്യുന്നു. ആ ജ്യൂസ് നമുക്ക് കിട്ടുന്നതാണ് ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ആ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷനിൽ നടക്കുന്നതും ഈ ഒരു പ്രോസസ്സിംഗ് തന്നെയാണ് നടക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെയാണ് ഈ മാനിഫെസ്റ്റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വിശ്വസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് യെസ് തന്നെയാണ്. കാരണം മാനിഫെസ്റ്റേഷൻ ഉണ്ടെന്നാണ്. കാരണം അവരതാണല്ലോ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അവരുടെ ആ ഒരു കോൺസെപ്റ്റിനോട് നമ്മൾ എഗ്രി ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരോട്, മാനിഫെസ്റ്റേഷനെ കുറിച്ച് അറിയാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല, ഒരു കുന്തമല്ല. ബട്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം. നമ്മുടെ ഡ്രീംസ്, നമ്മുടെ ഗോൾസ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് നോർമൽ. അതിന് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നില്ല, പക്ഷെ ഡ്രീമേ എന്ന് പറയുന്നുള്ളൂ. കാരണം നമുക്ക് അതിനുള്ള ഒരു ഡ്രീം ഉണ്ട്. അപ്പോൾ ഒരു ഡ്രീം നമ്മൾ എങ്ങനെയാണ് സക്സീഡ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ജ്യൂസിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ല, ആ സംഭവമാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഇന്നർ മൈൻഡിലുള്ള ആ തോട്ട്സ്, സംതിങ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരേജ്, എനിത്തിങ്, വണ്ടി, എന്തും ആവാം. അല്ലാതെ ഞാൻ ഈ ഓൺലൈനിലൊക്കെ കുറെ ആൾക്കാരെ കണ്ടു, മാനിഫെസ്റ്റേഷൻ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ചിലർക്ക് വർക്കൗട്ട് ആയി, ചിലർക്ക് വർക്കൗട്ട് ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, n നമ്പർ ഓഫ് ആഡ്സ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഒരു ആഡ് റൺ ചെയ്യുന്ന ഒരു ഇതിൽ പോയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് ലൈക്ക് ഐ വാണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്, ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്, അതിൽ എന്താണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് ഒരു ഗ്രൂപ്പ് വന്നു. ഒരു ഗ്രൂപ്പ് മീൻസ് ലൈക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വന്നു. അപ്പൊ ആ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരാളുമായിട്ട് ഞാനൊന്ന് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് നോക്കി. അപ്പൊ ആള് എനിക്ക് റെഫർ ചെയ്തത് ഇയാളുടെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ല, വേറൊരാളുണ്ട്. കാരണം ഞാൻ ഈ കോണ്ടാക്ട് ചെയ്ത ആള് നേരത്തെ മാനിഫെസ്റ്റേഷനിൽ ക്യാഷ് കൊടുത്ത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആള് പറയുന്നുണ്ട് ഇവരുടെ മാനിഫെസ്റ്റേഷൻ നല്ലതാണ്, വെർത്തിയാണ്, ഒരിക്കലും ക്യാഷ് കൊടുത്താൽ വേസ്റ്റ് ആവില്ല, ജസ്റ്റ് അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുന്ന എന്റെ അടുത്ത് ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ഈ റെക്കമെൻഡ് ചെയ്ത ആളുടെ ആഡ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഈ പറയുന്ന വ്യക്തിയുടെ മാനിഫെസ്റ്റേഷന്റെ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്യുണ്ടായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു അവരുടെ ഒരു സൂം മീറ്റിംഗിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി മനുഷ്യനെ വിഡ്ഢികളാക്കുന്ന ഒരു തരം പരിപാടിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, കണ്ടിന്യൂസ് ലേണിംഗ്, നെവർ സ്റ്റോപ്പ് ലേണിംഗ്, അഥവാ കണ്ടിന്യൂസ് ലേണിംഗ്, നെവർ സ്റ്റോപ്പ് ലേണിംഗ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല നല്ല ചിന്തകൾ, തോട്ട്സ്, ഇതൊക്കെ നല്ലതാണ്. പിന്നെ കണ്ണടച്ച് കുത്തിരുന്നുകൊണ്ട് അതാണ് ഇതാണ് പ്രപഞ്ചം, യൂണിവേഴ്സ് ഒന്നും ചിന്തിച്ച് കുത്തിരിക്കാതെ നിങ്ങളുടെ ഡ്രീം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് എന്താ പറയാ, അതിലോട്ട് കാലെടുത്ത് വെക്കുക, അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ അവിടെ ഒരു ദിവസം നിങ്ങൾ അത് അച്ചീവ് ചെയ്തിരിക്കും. മാനിഫെസ്റ്റേഷൻ അല്ല, നിങ്ങളുടെ ഡ്രീം നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും. മാനിഫെസ്റ്റേഷനോ അതിലോ പോയിട്ട് അത് ചില ആൾക്കാർക്ക് അറിയില്ല, വർക്കൗട്ട് ആവില്ല, അത് എങ്ങനെയാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് മാനിഫെസ്റ്റേഷൻ? ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് മാനിഫെസ്റ്റേഷൻ. പേര് കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. അപ്പൊ എല്ലാവരും മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഗൂഗിൾ ചെയ്യും, എന്താണ് അതിന്റെ മീനിങ്, അല്ലെങ്കിൽ എന്താണ് മാനിഫെസ്റ്റേഷനിൽ പറയുന്നത്, ഇതെല്ലാം ശരിയാണോ, എന്നാ എനിക്കും മാനിഫെസ്റ്റ് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ ഒന്ന് ഡൗൺ ആയി ഇരിക്കുന്ന സമയത്തായിരിക്കും മാനിഫെസ്റ്റേഷന്റെ ആടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുന്നത്. വെറുതെ നിങ്ങളുടെ ക്യാഷോ സമയമോ കൊണ്ട് കളയാൻ നിൽക്കണ്ട. അല്ലാണ്ട് കണ്ണടച്ച് കുത്തിരുന്ന കൊണ്ട് ഈ യൂണിവേഴ്സ് ഇതാണ്, പ്രപഞ്ചം ഇതാണെന്ന് പറഞ്ഞ് കുത്തിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ അള്ളാന്റെ അല്ലെങ്കിൽ ഗോഡിന്റെ, ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ്. അതൊക്കെ ദൈവത്തിന്റെ ക്രിയേറ്റിവിറ്റിയാണ്. അല്ലാണ്ട് ഇതൊന്നും മാനിഫെസ്റ്റേഷന് സപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളല്ല. ഈ ആകാശം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ കാണുന്ന ഹോൾ യൂണിവേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഗാലക്സി മുതൽ എന്താണ് ലൈക്ക് ചന്ദ്രൻ വരെ, ഈ വാട്ട് എവർ ദ തിങ്സ്, ഗോഡ് ക്രിയേറ്റിവിറ്റി, അതാണല്ലോ യൂണിവേഴ്സ്, ഹോൾ യൂണിവേഴ്സ്, ഹോൾ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ്. ഇതൊന്നും നമ്മളെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് സഹായിക്കില്ല. അത് എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ഫസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തേടി അങ്ങോട്ട് പോവേണ്ടി വരും. അപ്പൊ അതിന് അനുകൂലമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത്, ലൈക്ക് ഇപ്പൊ നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് ഒരു സാധനം മേടിക്കുകയാണ്, ഇവിടെ ഒരു ഷോപ്പ് കീപ്പർ ഉണ്ടാവും, നിങ്ങളുടെ അടുത്ത് ചോദിക്കും എന്താണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അദ്ദേഹം നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് എടുത്തു തരുന്നു. അതുപോലെയാണ് ഈ സംഭവം, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം. ഒരു യൂണിവേഴ്സും ഒരു പ്രപഞ്ചവും ഒന്നും അല്ല ഇതിന് മാനിഫെസ്റ്റേഷൻ ആക്കുന്നത്. ഇതൊക്കെ മനുഷ്യന്മാർ പറഞ്ഞുണ്ടാക്കുന്ന സംഭവങ്ങളാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ട്രൈ അടിച്ച് നോക്കിയതാണ്. അപ്പൊ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് വേണ്ടി ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രം. ചില ആൾക്കാർക്ക് വർക്കൗട്ടായി, ചില ആൾക്കാർക്ക് വർക്കൗട്ട് ആയില്ല എന്നൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ വീഡിയോസിലും ആഡ്സിലും ഒക്കെ പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തെന്ന് മാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ്.